ഹായ്, ഇന്ന് സർക്കിൾസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്. ഇന്നൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്: ഓ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഒരു ആർക്കാണ് ആർക്ക് AXB എന്ന് പറയുന്നത്. അതിൽ എയിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് AP, ബിയിലൂടെ മറ്റൊരു ലൈൻ വരച്ചിട്ടുണ്ട് BP. അത് P എന്ന ബിന്ദുവിൽ സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. എങ്കിൽ ആംഗിൾ APB എന്താണ്? ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കണം, P എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ അല്ല. എങ്ങനെയാണ് ഇത് ചെയ്യാം? സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ചെറിയ ടെക്നിക്സ് ആണ് ടീച്ചർ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ആംഗിൾ കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ എന്ത് ചെയ്തു? AP എന്ന് പറയുന്ന ലൈനിന് എക്സ്റ്റെൻഡ് ചെയ്തു, എമ്മിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, അത് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ഡോട്ടഡ് ലൈൻ ഇട്ടത്. ദെൻ BP എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ദെൻ ആ സമയത്ത് നമുക്ക് രണ്ട് ആർക്കുകൾ, ഫസ്റ്റ് ആർക്ക് നമുക്ക് നേരത്തെ അറിയായിരുന്നു, AXB എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട്. ദെൻ ഇപ്പൊ ഒരു ചെറിയ ആർക്കും കൂടി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. യെസ്, അപ്പൊ നമുക്ക് ആംഗിൾ APB ആണ് കണ്ടുപിടിക്കേണ്ടത്. APB എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AP എന്ന് പറയുന്ന ലൈൻ M വരെ എക്സ്റ്റെൻഡ് ചെയ്തു, BP എന്ന് പറയുന്ന ലൈൻ N വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ നമുക്ക് രണ്ട് ആർക്കുകൾ നമുക്ക് ഇവിടെ കിട്ടി. AXB എന്ന് പറയുന്ന ഒരാർക്കും MYN എന്ന് പറയുന്ന സെക്കൻഡ് ആർക്കും കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. AXB എന്ന് പറയുന്ന ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ X ആണെന്ന് കരുതുക. സെൻട്രൽ ആംഗിൾ ഓഫ് arc AXB is equal to, let it be x degree. Then AXB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് x ഡിഗ്രി. അതിവിടെ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാ ലൈനും കൂടി വരണ്ടെന്ന് ചോദിച്ചാൽ ടീച്ചർ കാണിക്കുന്നില്ല. ബട്ട് വാട്ട് വിൽ ബി ദ ആംഗിൾ ANB? AXBയുടെ സെൻട്രൽ ആംഗിൾ x ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ANB? നോക്കൂ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ അവസാനിച്ചു. വാട്ട് വിൽ ബി ദാറ്റ്? Yes, that is half x. Very good. Then angle ANB is equal to x by 2 degree. Correct. Then what will be MYN? Let it be y. That is central angle of arc. MYN is equal to y degree. Then what will be angle MAN? Yes, anyone? Yeah, it is y by 2 degree. Correct. That is half of central angle of that arc. Yes. Consider the triangle PAN. PAN. Just we can write ANB is equal to x by 2 and this is equal to y by 2. Consider the triangle PAN and we have to find out the angle APB. What will be that? Angle APB is the exterior angle of triangle PAN. And the exterior angle is equal to, yes, 8th പഠിച്ചതാണ്. Exterior angle is equal to sum of distant interior angles. That is the answer. Answer is angle APB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് ദൂരെ കിടക്കുന്നത് അതായതൊക്കെയാണ് x by 2 plus y by 2. That is half into x plus y. Right? That is where x is the central angle of AXB and y is the central angle of MYN. If P is the point
which intersects inside the circle if രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒന്ന് ഇൻസൈഡ് ദ സർക്കിളും മറ്റൊന്ന് ഔട്ട്സൈഡ് ദ സർക്കിളും. If P is inside the circle, then APB will be half of x plus y, where x and y are the central angle of arcs. Right? The second condition. Second condition is P is outside the circle. Okay. Then ഇതേപോലെ എ എക്സ് ബി എന്ന് പറയുന്ന ഒരു ആർക്ക് എയിലൂടെ ലൈൻ വരച്ചു എ പി, ബിയിലൂടെ ലൈൻ വരച്ചു ബി പി, ഇന്റർസെക്ട് ചെയ്തു, പി എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു, ബട്ട് ഔട്ട്സൈഡ് ദ സർക്കിൾ. ക്വസ്റ്റ്യൻ ഈസ് സെയിം. ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇസ് ആംഗിൾ ഓഫ് എ പി ബി? സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊരു ട്രയാങ്കിൾ വരെ ഫോം ചെയ്തിട്ടില്ല. We have to construct a triangle. Just join A. This is an imaginary line. അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ നമുക്ക് അവിടെ ഫോം ചെയ്യേണ്ടി വന്നു. ദെൻ നേരത്തെ അതേപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എ എക്സ് ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് എന്ന് കരുതുന്നു. Central angle of arc AXB is equal to x degree. Then what will be AMB? Angle AMB is equal to, yes, that is x by 2 degree. Very good. You have to write here. Then let central angle of MYN is equal to y degree. Central angle of arc MYN is equal to y degree. Then what will be the angle MAP or MAN? MAP നടക്കാം. MAP. What will be this angle? Angle will be y by 2. നേരത്തെ അതേപോലെ തന്നെയാണ് കേട്ടോ. Angle MAN is equal to y by 2 degree. നേരത്തെ അതേപോലെ തന്നെ നമ്മൾ consider the triangle MAP. MAP. This is the triangle. ശ്രദ്ധിക്കണേ, നോക്കൂ. MAP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നേരത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ നോക്കൂ, എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഗിവൺ, ഓൾറെഡി ഗിവൺ, ഇറ്റ് ഈസ് എക്സ് ബൈ 2. ബട്ട് ഒരു ഇന്റീരിയർ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കാണേണ്ടത് എ പി ബി അല്ലേ, അതൊരു ഇന്റീരിയർ ആംഗിൾ ആണ്. നോക്കൂ, പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണെന്നേ ഉള്ളൂ, പക്ഷെ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്റീരിയർ ആംഗിൾ ആണ്. നേരത്തെ അതേ കണ്ടീഷൻ എടുക്കാം. അതായത് exterior angle is equal to, that is given, x by 2 is equal to sum of distant interior angles, that is y by 2 plus angle APB, right? We have to find out angle APB. Is angle APB is equal to, we know that, what is that? X by 2 minus y by 2, that is half of x minus y. See the difference? If P is outside the circle, then angle APB is equal to half of x minus y, where x and y are the central angle of arcs AXB and MYN. If the first case is, if P is inside the circle, then angle APB will be half of x plus y. If P is outside the circle, then half x minus y. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. ഇരൊറ്റ ഫാക്റ്റേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നത് 3 മാർക്കിന് 4 മിനിറ്റോ 5 മിനിറ്റോ ആണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾറെഡി പ്രൂവ്ഡ്. ഒന്ന് വായിച്ചു നോക്കൂ. പ്രൂവ് ദാറ്റ് APB is equal to APB, നേരത്തെ APB
APB is equal to half to the difference of central angles of the arc AXB and arc DYC. വായിക്കുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, എന്താ പറഞ്ഞത്? APB എന്ന് പറയുന്നത് AXBന്റെ സെൻട്രൽ ആംഗിളും അതേപോലെ DYC എന്ന് പറയുന്നതിന്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന്. അതല്ലേ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത്. അതാണ് സെക്കൻഡ് കേസ് ആയിട്ട് പ്രൂവ് ചെയ്തത്. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? നേരത്തെ പോലെ തന്നെ AC ജോയിൻ ചെയ്യുന്നു, AC ജോയിൻ ചെയ്തു. Then what is angle ACB? ഈ ആംഗിൾ എത്രയാണ്? യെസ്, X ഒന്നും എടുക്കണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB by 2. അതേപോലെ what is DAC? this angle, അതും കിട്ടും. Angle DAC is equal to again central angle of arc DYC by 2. Okay, ഈ രണ്ട് ആംഗിളും കിട്ടി. Then what will be this? This is the question. APB is equal to നമുക്കറിയാം half x minus y, where x and y are the central angles of the arcs. Okay, അപ്പൊ ഇത്രയും കിട്ടി കഴിഞ്ഞു അല്ലേ? ഇത്രയും നമുക്ക് അറിയുന്നതാണ്. Then APB is equal to, we know that half x minus y, then which is equal to നമുക്കറിയാം half x എന്ന് പറയുന്നതാണ് ACB, half y എന്ന് പറയുന്നത് DAC, that is ACB minus DAC. അതുതന്നെയാണ് ചോദിച്ചത്. half to the difference of central angles of arc AXB and arc DYC. ജസ്റ്റ് ഒരു രണ്ട് സ്റ്റെപ്പിലുള്ള ആൻസറിങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫാക്ട് മനസ്സിലായതുകൊണ്ടാണ് നമുക്കിത് വേഗം ചെയ്യാനായിട്ട് പറ്റിയത്. Then next question. Yes, second question. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. In the figure, prove that APB is equal to half of sum of central angles of arc AXB and DYC. നേരത്തെ P outside the circle ആയിരുന്നു, അതുകൊണ്ട് സെൻട്രൽ ആംഗിളിന്റെ ഹാഫിന്റെ ഡിഫറൻസ് ആയിരുന്നു. ഇപ്പൊ P inside the circle ആണ്. അപ്പൊ we know that സം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. വെറുതെ എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പ്രൂഫ് പക്ഷെ നമുക്ക് അത് പഠിച്ചതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. APB എന്ന് പറയുന്ന ആംഗിൾ ആണ് കാണേണ്ടത്. അതിനുവേണ്ടി നമ്മൾ AD ജോയിൻ ചെയ്തിരിക്കുന്നു. AD ജോയിൻ ചെയ്തു, അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. Then what will be ADB? ആംഗിൾ ADB is equal to, നമുക്കറിയാം അല്ലെ, അത് ADB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ half of central angle of arc AXB is central angle of arc AXB by 2. Then what will be this? Angle CAD. The CAD is equal to half of central angle of arc DYC by 2. Yes, we know that this is the exterior angle. Just sum it. Answer is there. APB is equal to angle ADB plus angle CAD. Then it's answer equal to half the sum of, yes, half the sum of central angles of arc AXB and DYC. Okay. Yes. First homework. നേരത്തെ പ്രൂഫ് ആയിരുന്നു. ഇത് പ്രൂഫ് അല്ല, പ്രോബ്ലം ആണ്. In the figure, central angle of arc AXB is equal to 40 degree. AXB ന്റെ central angle given ആണ് 40 degree. Central angle of CYD ന്റെ central angle തന്നിരിക്കുന്നു 70 degree. Then find the angles of
ട്രയാങ്കിൾ എ പി ഡി കാണാനില്ല, പക്ഷെ നമ്മൾ നേരത്തെ പോലെ എ ഡി ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ എ പി ഡി ഉണ്ടാക്കണം. അപ്പൊ എ ഡി ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ എ പി ഡി നമുക്ക് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. 3 ആംഗിളും എഴുതണേ. ഈ 3 ആംഗിളും എ പി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 ആംഗിളും കണ്ടുപിടിക്കണം. Moreover, we have to find out angle APD also. Angle APD നമ്മൾ അറിയാവുന്ന സംഗതിയാണ്. ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ മനസ്സിലായ ആൻസർ വന്നിട്ടുണ്ടായിരിക്കും. നിർബന്ധമായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതാം. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഹോംവർക്ക് വേണ്ടാന്ന് അവിടുന്ന് പറയുന്നത് കേൾക്കാം, പക്ഷെ തരാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം? നേരത്തെ ഹോംവർക്ക് എന്തായിരുന്നു? പി ഇൻസൈഡ് ദ സർക്കിൾ ആയിരുന്നു. സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പഠിച്ചത് പി ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. തരാതിരിക്കാൻ പറ്റില്ല. അത് ഇതും പ്രൂഫ് അല്ല, വാല്യൂസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. ടീച്ചർ ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ചു തരാം. ഇൻ ദ ഫിഗർ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB is 100 degree. Central angle of arc CYD is equal to 30 degree. Find CAD, ACB and angles of triangle APC. Triangle APC എന്ന് പറയുന്നത് കാണാൻ തന്നെ ഇല്ലല്ലോ. യെസ്, നേരത്തെ പോലെ നമ്മൾ ജോയിൻ ചെയ്യണം. CA ജോയിൻ ചെയ്യണം. ഓക്കെ, ഇത് തന്നിട്ടുണ്ടാവില്ല, അത് നമ്മൾ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് CAPC എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടുന്നത്. നേരത്തെ അതേപോലെ ചെയ്യുക. ഇതൊക്കെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. അതൊക്കെ ഡയറക്റ്റ്, ഇപ്പൊ തന്നെ പലരും ആൻസർ പറയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇടുക. ടീച്ചർ അതിന്റെ ആൻസർ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.